നമസ്കാരം. അല്ലയോ പാർത്ഥ, പരമാത്മാവ് പ്രപഞ്ച ഘടകങ്ങളായി കാണപ്പെടുന്ന ഈ ജീവലോകത്തിന് യാതൊരുവിധ കർത്തൃത്വഭാവവും ഉണ്ടാക്കുന്നില്ല, കർമ്മഫലാനുഭവത്തെയും ഉണ്ടാക്കുന്നില്ല. മായയിൽ ഓരോ ജീവനും അംഗീകരിക്കുന്ന അതാതിന്റെ സ്വഭാവം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പരമോന്നത ശക്തിയായ മായയുടെ ആദ്യത്തെ പ്രകടരൂപമാണ് പ്രാണസ്പന്ദനം. ഇത് ബോധവസ്തുവിന്റെ ഉള്ളിലുമാണ്. അതുകൊണ്ട് തന്നെ പ്രാണസ്പന്ദനത്തിൽ ബോധാംശം പ്രതിബിംബിക്കാൻ ഇടവരുന്നു. പ്രാണസ്പന്ദനവും ബോധാംശ പ്രതിബിംബവും ചേർന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവൻ. ജീവൻ സ്വയം ആ വലയത്തെ പേടിച്ച് പുറത്തു കടക്കുന്നതോടെ അക്കാര്യം തന്നെ തെളിയുകയും ചെയ്യും. ചുരുക്കത്തിൽ ബന്ധമോക്ഷങ്ങളെല്ലാം ജീവന്റെ സ്വന്തം അനുഭവങ്ങളാണ്, പരമാത്മാവിൻ്റെതല്ലെന്ന സത്യമാണ് ഇവിടെ പറയുന്നത്. അല്ലയോ പാർത്ഥ, ഭഗവാൻ ആരുടെയും പാപത്തെ എടുക്കുന്നുമില്ല, പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. ജ്ഞാനം അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജീവികൾ സത്യം ഗ്രഹിക്കാതെ മോഹിതരായിത്തീരുന്നു എന്നു മാത്രം. അതായത് താൻ ആര് എന്ന അറിവില്ലായ്മയാണ് അജ്ഞാനം. അവനവന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നിലനിൽപ്പിന്റെ മുഴുവൻ യാഥാർത്ഥ്യം അതോടെ മാറി മാറി തെളിയുമെന്നാണ് വേദസിദ്ധാന്തം. സ്വന്തം യാഥാർത്ഥ്യം ഗ്രഹിച്ചിട്ടില്ലാത്തയാൾ മറ്റുള്ളവരുടെ യാഥാർത്ഥ്യം എങ്ങനെ ഗ്രഹിക്കാനാണ്? താൻ നിലവിലുള്ളപ്പോൾ തന്റെ സത്യം ഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപം തൽക്കാലത്തേക്ക് നാം മറന്നുവെന്നേ അതിനർത്ഥമുള്ളൂ. ലൗകിക ജീവിതത്തിൽ ഇത്തരം മറവികൾ സംഭവിക്കാറുമുണ്ട്. ഞാൻ നിഷ്ക്രിയമായ ഒരു ബോധവസ്തുവാണെന്നും വസ്തുസത്തയായി ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ എന്ന അറിവാണ് ജ്ഞാനം. ജഡ താതാത്മ്യം കൊണ്ടുണ്ടാകുന്ന സ്വരൂപ വിസ്മരണം ബോധമാണ് വസ്തുവെന്ന യജ്ഞത്തെ മറച്ചുകളയുന്നു. ഇതാണ് അജ്ഞാനേനാവൃതജ്ഞാനം എന്നതിൻ്റെ താല്പര്യം. മലയാള പരിഭാഷ. ദേഹമായിടും ഗ്രഹത്തിന്റെ നാഥനാം ദേഹിതൻ സൃഷ്ടിയില്ലെന്നൊരു കർമ്മവും ആയതുകൊണ്ടിന്നതിൻ ഫലമില്ലവനായതോ പ്രകൃതിതൻ. മൂന്നു ഗുണത്തിനാൽ മാനുഷർ തന്നുടെ പാപസൗഖ്യങ്ങളെ സ്വീകരിച്ചിടുന്നതില്ല സർവേശ്വരൻ. ജീവജാലങ്ങൾ തൻ ജ്ഞാനത്തെ മൂടുന്നത് അജ്ഞാനത്താൽ അതുകൊണ്ട് വ്യാമോഹിതർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.